കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതിന് പിന്നാലെ തന്നെ CPM-ഉം കോൺഗ്രസുമൊക്കെ വലിയ തെരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപണം ഉന്നയിച്ചിരുന്നതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ബാംഗ്ലൂരിലെ കർണാടകയിലെ ഒരു മണ്ഡലമെടുത്ത് അവിടെ വോട്ടർ പട്ടികയിൽ അല്ലെങ്കിൽ വോട്ടിങ്ങിൽ നടന്ന ക്രമക്കേട് ഒരു വലിയ ആരോപണമാണ് ഉന്നയിച്ചുകൊണ്ട് ഒരു അണുബോംബ് എന്നതിന് പേരിട്ടുകൊണ്ട് വലിയ വെളിപ്പെടുത്തൽ നടത്തിയതിൻ്റെ ചുവട് പിടിച്ച് തൃശ്ശൂരിൽ ആരോപണം കടുക്കുകയും കോൺഗ്രസും CPM-ഉം ഒക്കെ വലിയ തോതിൽ അവിടെ ക്രമക്കേടുന്നതിന് തെളിവുകളൊക്കെ പുറത്തുവിട്ടിരുന്നു. ഇന്നിപ്പോൾ മീഡിയ വൺ വലിയൊരു ബ്രേക്കിംഗ് വാർത്ത പുറത്തു കൊണ്ടുവന്നു. അതനുസരിച്ച് തൃശ്ശൂരിലെ പൂങ്കന്നത്ത് ഒരു അപ്പാർട്ട്മെൻറ്റിലെ ഒറ്റ ഫ്ലാറ്റിൽ മാത്രം 9 വ്യാജ വോട്ടുകൾ ചേർത്തതായുള്ള വാർത്തയാണ് മീഡിയ വൺ പുറത്തു കൊണ്ടുവന്നത്. അവിടെ ഗൃഹനാഥയായ ഒരാളുടെ പേര് മാത്രമേ യഥാർത്ഥമായുള്ളൂ. ബാക്കി 9 പേർ ആ ഫ്ലാറ്റിലെ ആർക്കും അറിയാത്ത 9 പേരാണ്. അവരെങ്ങനെ വന്നു എന്നിപ്പോഴും ആ വീട്ടുകാർക്കറിയില്ല. അവർ ആ 9 പേരും വോട്ട് ചെയ്തു പോയിട്ടുമുണ്ട്. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. അതിൽ രാഷ്ട്രീയ നേതാക്കളും മറ്റുള്ള മേഖലകളിലെ ആളുകളെയൊക്കെ കൃത്യമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വലിയൊരു അട്ടിമറി തൃശ്ശൂരിൽ നടന്നോ എന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. അതാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. നിഷാദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധിയുടെ അണുബോംബ് ഉണ്ടാക്കിയ വലിയ ആഘാതത്തിന് പിന്നാലെയാണ് നമ്മൾ ഈ തൃശ്ശൂരിലും സമാന രീതിയിലുള്ള അട്ടിമറി നടന്നോ എന്ന് സംശയം ഉന്നയിക്കുന്നത്. അതിന് ഉപോത്ബലകമായ തെളിവുകളാണ് മീഡിയ വൺ തന്നെ ഇന്ന് പുറത്തു കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഒരു കണക്ഷൻ ഇൻസിഡൻസിനെ എങ്ങനെയാണ് കാണുന്നത്? നോക്കൂ സൈഫ്, നമ്മളിപ്പം BJPക്ക് അനുഗുണമാകുന്ന തരത്തിൽ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ നടക്കുന്നു എന്ന ആരോപണം എത്രയോ കാലമായിട്ട് നമ്മൾ കേൾക്കുന്നു. കഴിഞ്ഞ 10 വർഷമായി നമ്മൾ കേട്ടുകൊണ്ടിരുന്ന കാര്യമാണ്. പലയിടത്തും തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ നടക്കുന്നു, അതിൻ്റെ എല്ലാം ബെനിഫിഷ്യറി ഗുണഭോക്താവ് എന്ന് പറയുന്നത് BJP ആണ് എന്ന കാര്യം, അല്ലെങ്കിൽ എന്ന ആരോപണം. അപ്പോൾ അതിനകത്ത് കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി, നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ സംസാരിച്ചതാണ്. പലതരത്തിലുള്ള പഠനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട രാജ്യത്ത് പുറത്തു വന്നിട്ടുണ്ട്. പല യൂണിവേഴ്സിറ്റികളിലെ പ്രൊഫസർമാർക്ക് ഇതിനെക്കുറിച്ച് പഠിക്കുകയും റിപ്പോർട്ട്സ് പ്രസിദ്ധീകരിക്കുകയും അവർ വേട്ടയാടപ്പെടുകയൊക്കെ ചെയ്തതിൻ്റെ ചരിത്രം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അശോക യൂണിവേഴ്സിറ്റിയിലെ സബ്യസാജി ദാസിൻ്റെ കാര്യം. അപ്പോൾ ക്രമക്കേടുകൾ നടത്തുക, അല്ലെങ്കിൽ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ വിളിക്കുന്ന എഞ്ചിനീയറിംഗ് നടത്തുന്നത് വളരെ കൃത്യതയുള്ള പദ്ധതിയുമായിട്ടാണ്. ക്രമക്കേടുകൾ എന്ന് വെച്ചാൽ രാജ്യത്തെ മൊത്തം ബൂത്തുകളിലും മൊത്തം മണ്ഡലങ്ങളിലും ക്രമക്കേട് നടത്തുക, മൊത്തം വോട്ടർ മെഷീനുകളിൽ എന്തൊക്കെയോ അസാധാരണമായി കാണുക, അങ്ങനെയല്ല. ആവശ്യമുള്ള സംസ്ഥാനങ്ങളിലെ ആവശ്യമുള്ള ലോക്സഭാ മണ്ഡലങ്ങളിലെ അതിനകത്തുള്ള അസംബ്ലി സെക്ടറുകൾ മാത്രം എടുത്ത് അവിടെ പണിയെടുത്തു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാവേണ്ടത്. കേരളത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള നീക്കം നടത്താൻ ശ്രമിക്കുന്നുവെങ്കിൽ കേരളത്തിൽ ആകമാനം ഒരു പ്രത്യേകമായ അട്ടിമറിയോ ക്രമക്കേട് നടത്തുകയല്ല. കേരളത്തിൽ ആവശ്യമുള്ള ഒരു മണ്ഡലത്തിൽ, അല്ലെങ്കിൽ ആ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേക മേഖലയിൽ ചില ഇടപാടുകൾ നടത്തുക, അതിൻ്റെ ഭാഗമായി ടോട്ടൽ ഫലത്തെ നിർണ്ണയിക്കാൻ കഴിയും. അതുകൊണ്ട് പ്രത്യേക കേന്ദ്രങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ മാത്രം ഊന്നിക്കൊണ്ട് പ്രവർത്തിക്കുക എന്നതാണ് രാജ്യത്താകമാനം ഈ ക്രമക്കേടുകളുടെ പൊതു സ്വഭാവമായി കാണാൻ കഴിയുക. അപ്പോൾ അതുകൊണ്ട് അത് ഉത്തർപ്രദേശിൽ അവസാനിക്കുന്നതല്ല, മധ്യപ്രദേശിൽ അവസാനിക്കുന്നതല്ല, കർണാടകയിൽ അവസാനിക്കുന്നതല്ല. കർണാടകയിൽ നോക്കൂ, ഈ പറയുന്ന ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിലെ എല്ലാ അസംബ്ലി ഇതിലും എല്ലാ അസംബ്ലിയിലും ക്രമക്കേട് നടന്നില്ല. ക്രമക്കേട് നടന്നു എന്ന് രാഹുൽ ഗാന്ധിയുടെ ടീം കണ്ടെത്തുന്നത് മഹാദേവപുര എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിലാണ്. അവിടെ മാത്രം ക്രമക്കേട് നടന്നാൽ മതിയായിരുന്നു മൊത്തം ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ വിധി നിർണ്ണയിക്കാൻ. അതുപോലെ മറ്റു പലയിടത്തും നടന്നിട്ടുണ്ടാവാം. അതിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങൾ പരിശോധിക്കാം. ഡിജിറ്റൽ പട്ടിക ഇങ്ങോട്ട് തരൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വോട്ട് ചോരി വെബ്സൈറ്റ് തുടങ്ങിയിരിക്കുന്നത്, പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ അത് അവൈലബിൾ അല്ല, അവർ തരാൻ തയ്യാറുമല്ല. അപ്പോഴാണ് ഇതാ തൃശ്ശൂരിലും ചില വിവരങ്ങൾ പുറത്തു വരുന്നത്. തൃശ്ശൂരിലെ ഈ വിവരങ്ങൾ പുതിയതല്ല. അതായത് തെരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിൻ നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അപരിചിതരായ ആളുകളെ കൊണ്ടുവന്ന് വ്യാപകമായി വോട്ട് ചേർക്കുന്നു എന്ന പരാതി അവിടുത്തെ CPI-ക്കാർ ഉന്നയിച്ചിട്ടുള്ളതാണ്, കോൺഗ്രസ്സുകാർ ഉന്നയിച്ചിട്ടുള്ളതാണ്. പക്ഷേ അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെ ഗൗരവത്തിലെടുത്തില്ല. ഏതുപോലെ രാജ്യത്തെല്ലായിടത്തും പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളെ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നതുപോലെ, എന്നുവെച്ചാൽ നരേന്ദ്രമോദി ചട്ടലംഘനം നടത്തുന്നു, മുഖവിലേക്ക് എടുക്കുന്നില്ല. നരേന്ദ്രമോദി വെറുപ്പ് പ്രസംഗിക്കുന്നു, മുഖവിലേക്ക് എടുക്കുന്നില്ല. വലിയ തോതിൽ പണത്തിൻ്റെ ഒഴുക്ക് നടക്കുന്നു, മുഖവിലേക്ക് എടുക്കുന്നില്ല. ഷെഡ്യൂളിൽ നിങ്ങൾ കാണിക്കുന്ന ഈ തിരിമറി നരേന്ദ്രമോദിയെ സഹായിക്കാനാണ്, മുഖവിലേക്ക് എടുക്കുന്നില്ല. അതുപോലെ ഇവിടെ ഉന്നയിക്കപ്പെട്ട പരാതിയും അവർ മുഖവിലേക്ക് എടുത്തില്ല. KP രാജേന്ദ്രൻ എന്ന് പറയുന്ന CPI-യുടെ നേതാവ് 2 തവണയായി ഒരു റിട്ടേൺ കംപ്ലയിൻറ്റ് എഴുതി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുക്കുന്നു, അവർ പരിഗണിക്കുന്നില്ല. എന്നിട്ട് ഇതേ ആരോപണം ഉന്നയിക്കുന്നു, കോൺഗ്രസ് ഈ ആരോപണം ഉന്നയിക്കുന്നു, പരിഗണിക്കുന്നില്ല, ഒരു തീർപ്പുണ്ടാക്കുന്നില്ല. ഫൈനലി ഇപ്പോൾ ചില വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. പുറത്തു വന്ന വിവരങ്ങളുടെ ഒരു തുണ്ട് മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. എന്നാൽ അതിനെ അന്വേഷിച്ച് പോയാൽ കൂടുതൽ വിവരങ്ങൾ കിട്ടുമെന്നത് 100% ഉറപ്പാണ്. ഒരു ഫ്ലാറ്റിൽ ഉടമയറിയാതെ 7 പേരെ, അല്ലേ 9 പേരെ അധികമായി ചേർത്തിരിക്കുകയാണ്.
നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഒറ്റമുറി വീട്ടിൽ 40-50 പേരെ ചേർത്തുന്ന കണക്ക്. പിന്നീട് ഇന്ത്യ ടുഡേ അവിടെ പോയി അന്വേഷിക്കുന്നുണ്ട്. അവിടെ താമസിക്കുന്ന ആൾക്ക് അറിയുക പോലുമില്ല ഈ പറഞ്ഞ ആൾക്കാരായിരുന്നു. സെയിം പാറ്റേൺ ആണ് രാജ്യത്താകമാനം നിങ്ങൾക്ക് കാണാൻ വരുന്നത്. ഈ സെയിം പാറ്റേൺ ആണ്. കർണാടകയിൽ ഒരു വീട്ടിൽ ഉടമയെ അറിയാതെ 10-40 പേരെ ഒരു മുറി വീട്ടിൽ ചേർക്കുന്നതിന് സമാനമായ സംഗതിയാണ് നമ്മൾ തൃശ്ശൂരിൽ വരുമ്പോൾ ഫ്ലാറ്റ് കേന്ദ്രീകരിച്ച് ഫ്ലാറ്റിൻ്റെ ഉടമയോ വാടകക്കാരനോ അറിയാതെ അവിടെ 9 പേരെ ചേർക്കുന്നത്. അവിടെ 9 പേരെ ചേർക്കാൻ കഴിയുമായിരുന്നുള്ളൂ. വേറെ എവിടെയൊക്കെ ആരെയെല്ലാം ചേർത്തുണ്ടാവും. ഇന്നലെ സംസാരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ നേതാവ് ജോസ് വള്ളൂർ പറയുന്നുണ്ട്, ഒരു സ്ഥലത്തും മാത്രം 79 കള്ളവോട്ട് കണ്ടെത്തി, പരിശോധിച്ചപ്പോൾ 78 ഒഴിവാക്കേണ്ടി വന്നു, ഒറ്റ ഒരെണ്ണത്തിന് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒറ്റ ബൂത്തിലെ കാര്യമുണ്ട്. ബൂത്ത് നമ്പർ 36 കാര്യം അദ്ദേഹം പറഞ്ഞു, 37 കാര്യം. അങ്ങനെ പല ബൂത്തുകളിലായി നടന്നിട്ടുണ്ടെന്ന് അവർ പറയുന്നു. അതിനകത്ത് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്തം, അത് ക്ലിയർ ചെയ്യാനുള്ള ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിറവേറ്റിയില്ല എന്ന്. അപ്പോൾ ഇപ്പോൾ ആരോ കള്ളവോട്ട് ചേർത്തു, അതിന് ഞങ്ങളാണോ ഉത്തരവാദി എന്ന് BJP-ക്കാർക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഇന്ന് രാവിലെ ഞാൻ വാർത്ത അവതരിപ്പിക്കുമ്പോൾ കോൺഗ്രസ്സുകാരെയും CPI-ക്കാരെയും ഒപ്പം BJP-ക്കാരെയൊക്കെ നമ്മുടെ ഫോണിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ CPI-ക്കാർ പറയുന്നു CPI കർശനമായിട്ടുള്ള പരാതിയുമായിട്ട് പോവുകയാണ്, ഞങ്ങൾ ഏത് തരത്തിലുള്ള നിയമ പോരാട്ടത്തിനും തയ്യാറ്. കോൺഗ്രസ്സുകാരും പറയുന്നു അവർ ഈ പരാതി ഇനിഷ്യേറ്റ് ചെയ്യാൻ പോവാണ്, കോടതിയെ സമീപിക്കാൻ പോവുകയാണ്. BJP-യുടെ മുൻ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാറിനെ ഫോണിൽ കിട്ടുന്നു. അദ്ദേഹം പറയുന്നു ഇത് മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ വിജയത്തിൻ്റെ പ്രഭ കെടുത്താനാണ്, BJP-യെ അപമാനിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പരാതിയുള്ളവർ കോടതി പോട്ടെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഇത് നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട മണ്ഡലത്തിൽ നടന്ന കള്ളവോട്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഒരു വസ്തുതയാണ്. ഈ കള്ളവോട്ട് ചേർത്ത് നിങ്ങളല്ല എങ്കിൽ നിങ്ങൾക്ക് പരാതിയില്ലേ? അതിന് മറുപടിയില്ല. ഈ കള്ളവോട്ടിൽ പരാതി LDF-നും UDF-നും മാത്രമേ ഉള്ളൂ, BJP-ക്ക് NDA-ക്ക് പരാതിയില്ല. എന്താ NDA-ക്ക് പരാതി ഇല്ലാത്തതാണ്? അപ്പോൾ NDA-ക്ക് പരാതിയില്ലാത്തത്, ഈ പരാതി അന്വേഷിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അന്വേഷിച്ചാൽ ഇത് ചെന്ന് ചേരുന്ന ഇടം ഞങ്ങൾക്കത്ര സുഖമുള്ള ഇടമായിരിക്കില്ല എന്ന് അവർ മനസ്സിലാക്കുന്നു. അവിടെയാണ് കുഴപ്പം. അപ്പോൾ അതിൽ നിന്ന് വളരെ ക്ലിയറാണ്. ഇന്നത്തെ 3 മുന്നണികളുടെയും പൊസിഷൻ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് കപ്പലിലാണ് കള്ളനുള്ളത് എന്ന കാര്യം വളരെ വ്യക്തമാണ്. അപ്പോൾ ഇത് ഒരു തൃശ്ശൂരിലെ മാത്രം പരിപാടിയല്ല, രാജ്യവ്യാപകമായി നടത്തിയിട്ടുള്ള എന്തോ ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായി തൃശ്ശൂർ പ്രവർത്തിച്ചു എന്ന വലിയ സംശയം മനുഷ്യരുടെ വോട്ടർമാരുടെ ഇടയിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഗുരുതര സ്വഭാവമുള്ള ഒരു കാര്യമാണ്. അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തയ്യാറാവണം. ഇന്ന് രാവിലെ സംസാരിക്കുമ്പോൾ മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ അദ്ദേഹം പറയാണ് ഇങ്ങനൊരു അവിശ്വാസത്തിൻ്റെ പ്രശ്നം ഉണ്ടായി വന്നാൽ പരാതിക്ക് പോലും നിൽക്കാതെ ജനങ്ങളെ അത് ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. കമ്മീഷൻ അത് ചെയ്യുന്നില്ല, മൗനമായിരിക്കുന്നു. എന്നിട്ട് മറ്റേത് നോക്കട്ടെ, ഇതിൽ പരാതി തരൂ, പരാതി എന്ന് നോക്കാം. സുനിൽകുമാർ പറഞ്ഞ ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങൾ തരുന്ന സംഗതികൾ തെളിവില്ലാത്തതും നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയാത്തതാണെങ്കിൽ ജയിലിൽ പോകുമെന്നുള്ള ഓർമ്മ വേണം എന്ന് ഭയപ്പെടുത്തുകയാണ്, പരാതി കൊടുക്കാതിരിക്കാൻ. അതല്ല ചെയ്യേണ്ടത്. കാരണം നമ്മൾ പലകുറി പറയുന്ന പോലെ നമ്മുടെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൻ്റെ വിശ്വാസ്യതയാണ് ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിവേര് എന്നിരിക്കെ അതിനെ അസ്വസ്ഥപ്പെടുത്തുകയും ദുർബലപ്പെടുത്തുകയും ചെയ്യുന്ന ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക ആരെങ്കിലും അല്ല ഉന്നയിക്കുന്നത്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ആൾ, 100 MP-മാരുടെ പ്രതിനിധിയായിട്ടുള്ള, അല്ലെങ്കിൽ ആ ബ്ലോക്കിൻ്റെ മുഴുവൻ പ്രതിനിധിയായ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ആൾ, അയാളുടെ ഒഫീഷ്യൽ കപ്പാസിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഗുരുതര ആക്ഷേപം ഉന്നയിക്കുന്നത്. അവരെയും കൺവിൻസ് ചെയ്യണം. അവർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരാണ്, മത്സരിച്ച് വിജയമുണ്ടാക്കിയവരും ഇത്രയും MP-മാരെ ജനങ്ങൾ വിശ്വസിച്ചേൽപ്പിച്ചവരാണ്. അവരുടെ കാര്യത്തിന് ഉത്തരം പറയണ്ടേ? അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ കാര്യത്തിൽ സ്വീകരിക്കുന്ന ഒരു പ്രത്യേകമായ വിപ്രതിപത്തി നിറഞ്ഞ സമീപനം ഞങ്ങളായിട്ടൊന്നും വ്യക്തത വരുത്തത്തില്ല. നിങ്ങൾ വേണമെങ്കിൽ കേസിന് പോവുക, കോടതിയിൽ പോവുക, തെളിവ് സമർപ്പിക്കുകയൊക്കെ ചെയ്തോളൂ എന്ന് പറയുകയാണ്. ആ സമീപനത്തിൽ തന്നെ ഗുരുതരമായ ചില സംഗതികളുണ്ടെന്ന് ഞാൻ കാണുകയാണ്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് ഈ കാര്യത്തിൽ ഇവിടെ കോൺഗ്രസും LDF-ഉം ചെയ്യേണ്ട ഒരു കാര്യം, അവിടെ നിന്ന് രാഹുൽ ഗാന്ധി ചെയ്തതുപോലെ കൂടുതൽ ആളുകളെ ബോധിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പരിശോധന നടത്തണം. കുറച്ചൊരു ഈസി ആയിരിക്കും ഇവിടെ പരിശോധന നടത്താൻ. ആ പരിശോധന നടത്തുകയും ഇവിടുത്തെ സർക്കാരിൻ്റെ അടക്കം സഹായം അതിന് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പട്ടിക എടുക്കുക, പരിശോധന നടത്തുക, ജനങ്ങളെ അത് ബോധിപ്പിക്കുന്ന എഡ്യൂക്കേഷൻ പ്രോസസ്സുമായി വരണം. ആ എഡ്യൂക്കേഷൻ പ്രോസസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ ഒരു സമരമുഖത്തേക്ക് തന്നെ അവരിറങ്ങാൻ തയ്യാറാവുകയും നിയമ നടപടികളുമായി പോകണം. ഇന്നലെയൊക്കെ BJP-ക്കാർ ചോദിക്കുന്നത് എവിടെ നിങ്ങളുടെ കേസുകളുണ്ട് പറയുന്നതാണ്. അപ്പോൾ കേസുമായിട്ട് പോവുക, നിയമ നടപടികളായിട്ട് പോവുക എന്ന ഉത്തരവാദിത്വമുണ്ട്. ഈ കാര്യത്തിൽ CPI മാത്രം ഒച്ചയ്ക്ക് സംസാരിച്ചാൽ പോരാ, CPIM സംസാരിക്കണം. ഞാൻ CPIM-ൻ്റെ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള പ്രതികരണം ഉണ്ടെന്ന് നോക്കുകയാണ്. ഇപ്പോൾ അവരുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പേജിലൊന്നും കാണുന്നില്ല. തൃശ്ശൂർ DC ഒരു കുറിപ്പിറക്കിയിട്ടുണ്ട്, അവരുടെ പേജിലൊന്നും കാണുന്നില്ല. സുനിൽകുമാറും CPI-ക്കാരുമൊക്കെയാണ് കൂടുതൽ ഉറക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ CPM-ഉം ദേശാഭിമാനിയും ഒക്കെ കുറച്ചുകൂടി വോളിയത്തിൽ ഈ സംഗതി എടുക്കണമെന്ന അഭിപ്രായമാണ്. കാരണം ഇത് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ്. ഒരുമിച്ച് സംസാരിക്കണം. അവസാനം ഒരു കാര്യമുണ്ട്, നമ്മൾ പല കുറി ഇവിടെ നിന്ന് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ സാധ്യതകളെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. സാധ്യത തീരെ കുറവാണ് എന്ന് പലപ്പോഴും അഭിപ്രായം പറഞ്ഞ പ്ലാറ്റ്ഫോമാണ്. ഫൈനലി സുരേഷ് ഗോപി ജയിച്ചു. അപ്പോൾ വിമർശകമായി ചില ആൾക്കാർ വന്നിരുന്നു, നിങ്ങളുടെ അസസ്മെൻറ്റ് മുഴുവൻ പാളിപ്പോയല്ലോ എന്ന്. അവർക്കൊരിക്കൽ കൂടി ആലോചിക്കാനുള്ള ദിവസമാണെന്ന് കൂടി ഞാൻ പറയും ഇന്നത്തെ ദിവസം. യെസ് നൗഫൽ, ഇങ്ങനെ ഒരു അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു അധാർമികമായ ഇടപെടലോ അല്ലെങ്കിൽ അൺഫെയർ ഇലക്ഷനോ നടന്നിട്ടുണ്ടെങ്കിൽ
അതിനാരെയൊക്കെ കൂട്ടുപിടിച്ചിട്ടുണ്ടാകാം, ആരൊക്കെ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടാകാം? സൈഫ്, ഇത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ വളരെ ശാസ്ത്രീയമായി നടന്ന തട്ടിപ്പാണ്. അപ്പോൾ നമ്മൾ EVM കുറിച്ച് നമ്മൾ നേരത്തെ ഒരുപാട് പരാതികൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ പറയുമ്പം അവർ തിരിച്ചു ചോദിക്കുന്നത് എന്താ, നിങ്ങൾ കർണാടകയിൽ ജയിച്ചില്ലേ, തെലുങ്കാനയിൽ ജയിച്ചില്ലേ, അവിടെയൊക്കെ എങ്ങനെ ജയിച്ചു, EVM തട്ടിപ്പാണെങ്കിൽ അവിടെയൊക്കെ എങ്ങനെ ജയിച്ചു എന്നുള്ള മറുചോദ്യമാണ് അവർ ഉന്നയിക്കാറ്. അപ്പോൾ നേരത്തെ റാവു സൂചിപ്പിച്ച പോലെ തന്നെ ഇത് എല്ലായിടത്തും ഇല്ല, ചിലയിടങ്ങളിൽ വേണ്ടിടങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പം തൃശ്ശൂർ എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചോളം അവർ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരു മണ്ഡലമാണ്. ഏത് രീതിയിൽ, എല്ലാ രീതിയിലും, പണത്തിൻ്റേതാണെങ്കിൽ പണത്തിൻ്റെ, അധ്വാനത്തിൻ്റേതാണെങ്കിൽ അധ്വാനത്തിൻ്റെ, സ്വാധീനം ഉണ്ടാക്കുന്നതിലാണെങ്കിൽ അതിൻ്റെ എല്ലാത്തിലും അവർ ഇൻവെസ്റ്റ് ചെയ്ത മണ്ഡലമാണ് തൃശ്ശൂർ. തൃശ്ശൂർ വിജയിക്കണമെന്നുള്ളത് BJPയുടെ ഒരു ആവശ്യമായിരുന്നു. സ്വാഭാവികമായും രാജ്യത്തുടനീളം അവർ പലയിടങ്ങളിലായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം തട്ടിപ്പ് തൃശ്ശൂരിൽ അവർ നടത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കണ്ട പല കാര്യങ്ങളിലും ഒന്ന്, അഡ്രസ്സ് വീട്ടുപേര് 0, അച്ഛൻ്റെ അമ്മയുടെയും അല്ല അച്ഛൻ്റെ പേര് AEIOU അല്ലെങ്കിൽ GST FGF എന്നൊക്കെയാണല്ലോ പേരുള്ളത്. അങ്ങനെയുള്ള ലിസ്റ്റ് നമ്മൾ കണ്ടായിരുന്നു. അതൊരു പക്ഷേ കേരളത്തിൽ നടപ്പിലാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. കേരളത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു വീട്ടുപേരെങ്കിലും വേണം, അല്ലെങ്കിൽ ഈ പോളിംഗ് ഏജൻറ്റുമാരോ BLOമാരോ ആരെങ്കിലും അത് കണ്ടുപിടിക്കും. അപ്പോൾ അതുകൊണ്ട് അത് കേരളത്തിൽ നടപ്പിലാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നേരെ മറിച്ച് അവർക്ക് ആകെ സാധിക്കാവുന്ന ഒരു കാര്യം, സാധാരണ ഈ പോളിങ്ങിന് മുമ്പ് സ്ലിപ്പ് കൊടുക്കാൻ വേണ്ടി രാഷ്ട്രീയക്കാർ പോകുമല്ലോ, എല്ലാ വീടുകളിലും പരമാവധി അവർ കയറും. പക്ഷേ ഫ്ലാറ്റുകളിൽ അങ്ങനെ കയറാറില്ല. ഫ്ലാറ്റുകൾ കയറുന്നത് കുറവാണ്. കാരണം ഒന്നാമത് ഫ്ലാറ്റിലേക്കുള്ളൊരു എൻട്രി തന്നെ കുറച്ചൊരു പ്രയാസകരമായ കാര്യമാണ്. പിന്നെ അവിടെ ആരാണ് താമസിക്കുന്നത്, വാടകയ്ക്ക് എടുത്തവരാണോ താമസിക്കുന്നത്, വാടകയ്ക്കാരാണോ താമസിക്കുന്നത്, ഒരു കൺഫ്യൂഷനൊക്കെ ഉള്ളത് കാരണം പലരും ഫ്ലാറ്റുകളിലേക്ക് പോകാറില്ല. അപ്പം തൃശ്ശൂർ, ഗുരുവായൂരൊക്കെ ഒരുപാട് ഫ്ലാറ്റുകളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടെ പേര് ചേർക്കാൻ എളുപ്പമാണ്. അങ്ങനെ സംഭവിച്ച ഒന്നാകാം ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തൃശ്ശൂർ ലോക്സഭ മണ്ഡലം 2019 നമ്മുടെ വോട്ടർമാരുടെ ലിസ്റ്റ് കണക്കെടുത്ത് നോക്കിയാൽ 2019 ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള മണ്ഡലം പത്തനംതിട്ട മണ്ഡലമാണ്. അവിടെ 13,82,741 വോട്ടർമാരാണ് പത്തനംതിട്ടയിൽ 2019 ഉണ്ടായിരുന്നത്. പിന്നെ തിരുവനന്തപുരം, പിന്നീട് മലപ്പുറം, അങ്ങനെയൊക്കെയാണ് കണക്ക് വരുന്നത്. ആ കണക്കിൽ 9ാം സ്ഥാനത്താണ് തൃശ്ശൂർ മണ്ഡലമുള്ളത്. പക്ഷേ 2024 ലോക്സഭാ ഇലക്ഷന് മുമ്പ് എടുത്ത വോട്ടർ പട്ടികയിലെ ആകെ വോട്ടർമാരുടെ എണ്ണം എടുത്ത് നോക്കുമ്പോൾ തൃശ്ശൂർ 1ാം സ്ഥാനത്താണുള്ളത്. 14,83,055 വോട്ടർമാർ എന്ത് വന്നു, തൃശ്ശൂരിലേക്ക് എത്തി. 9ാം സ്ഥാനത്തുണ്ടായിരുന്ന തൃശ്ശൂർ 1ാം സ്ഥാനത്തേക്കാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ വരുന്നത്. 1,45,945 വോട്ടാണ് തൃശ്ശൂരിൽ വർദ്ധിച്ചത്. വോട്ടർമാരുടെ എണ്ണമാണ് വർദ്ധിച്ചത്. മറ്റിടങ്ങളിലൊക്കെ, മറ്റ് മണ്ഡലങ്ങളിലൊക്കെ 1,00,000 ചുറ്റുവട്ടത്തുള്ള വോട്ടർമാരുടെ എണ്ണമാണ് വർദ്ധിച്ചതെങ്കിൽ തൃശ്ശൂരിൽ അതിനേക്കാൾ 50,000-ഓളം വോട്ട് വർദ്ധിച്ചു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ വോട്ട് വർദ്ധിച്ചത്? ഒന്ന് നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളെല്ലാം അധ്വാനിച്ച് കൂടുതൽ വോട്ട് നേടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാകാം. കാരണം ചെയ്യപ്പെടാത്ത വോട്ടുകൾ പരമാവധി വോട്ടർ പട്ടികയിൽ കൊണ്ടുവന്ന് അങ്ങനെ ഉണ്ടാക്കാൻ ശ്രമം നടത്തും. പക്ഷേ ഇത് ക്രമരഹിതമായ ഒരു വർധനവാണ്. അത് നമ്മൾ ന്യായമായും എന്ത് സംശയിക്കണം? ഈ പറയുന്ന വ്യാജ വോട്ടുകൾ ചേർക്കപ്പെട്ടു എന്ന് സംശയിക്കുക തന്നെ വേണം. അതിനുള്ള തെളിവാണല്ലോ ഇന്ന് വന്നിരിക്കുന്നത്. ഒരു ഫ്ലാറ്റിലെ ആകെ കണക്ക് മാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും മറ്റിടങ്ങളിലും അതുണ്ടാകുമെന്നുള്ള സാധ്യത വളരെ കൂടുതലാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കാനുള്ള പല ഘടകങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇതെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഘടകം വളരെ പ്രധാനപ്പെട്ടതാണ്. അവർക്ക് ഒരു ചെലവുമില്ലാതെ വോട്ട് വരുന്നൊരു രീതിയായിരുന്നു അവർ ഈ അവലംബിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നമുക്ക് ഒരു തരത്തിലും സംശയിക്കേണ്ടതില്ല. സുരേഷ് ഗോപിയുടെ അവിടുത്തെ വിജയം എന്ന് പറയുന്നത് കൃത്രിമമായ, മാനിപ്പുലേറ്റഡ് ആയ ഒരു വിജയമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരും. പക്ഷേ ഇതിൽ ഉത്തരവാദികളായവരാരൊക്കെയാണ്? ഇപ്പം ഇങ്ങനെ ഒരു വോട്ടർ പട്ടിക വന്നിട്ട് ഇത്രത്തോളം ആളുകളുടെ എണ്ണം കൂടിയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 9ാം സ്ഥാനത്തുണ്ടായിരുന്ന ഒരു മണ്ഡലം വോട്ടർമാരുടെ എണ്ണത്തിൽ 1ാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയെങ്കിൽ അതിലെന്തെങ്കിലും അസ്വാഭാവികത നമ്മളെവിടെ ഉണ്ടാകും? CPMകാർ, കോൺഗ്രസ്സുകാർ, CPIക്കാർ ഒക്കെ സംശയിക്കേണ്ടതായിരുന്നില്ലേ? എന്തുകൊണ്ട് സംശയിച്ചില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. തൃശ്ശൂർ പോലുള്ള ഒരു മണ്ഡലത്തിൽ BJP അത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു മണ്ഡലത്തിൽ, അവർ വിജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയുന്നൊരു മണ്ഡലത്തിൽ, സുരേഷ് ഗോപി മത്സരിക്കുന്ന മണ്ഡലത്തിൽ അവിടെ ഇത്തരത്തിലുള്ള ജാഗ്രത കുറവ് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് കൂടി ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്.
ഈ ആത്മപരിശോധന ഇവിടെ മാത്രമല്ല, ഇപ്പം കർണാടക കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലാണല്ലോ രാഹുൽ ഗാന്ധി കണ്ടെത്തൽ നടത്തിയത്. അവിടെയും ഇങ്ങനെ ഒരു പരിശോധന എന്തുകൊണ്ട് നടന്നില്ല എന്നുള്ള ചോദ്യമാണ്. പക്ഷേ ഇതിൽ നമ്മൾ സംശയിക്കേണ്ട മറ്റൊരു കാര്യം, ഇത് ഇലക്ഷൻ കമ്മീഷൻ അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിൽ അവർ ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷികളെയും കണ്ണ് വെട്ടിച്ചുകൊണ്ട് ചെയ്യാവുന്ന എന്തോ ഒരു തരത്തിൽ, അതായത് അന്തിമ വോട്ടർ പട്ടിക വന്നതിന് ശേഷമാണോ, അങ്ങനെ എപ്പോഴാണിത് കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്നുള്ള സംശയം കൂടി ബാക്കി നിൽക്കുകയാണ്. കാരണം കേരളത്തെ പോലെ ഇത്രത്തോളം രാഷ്ട്രീയ ജാഗ്രതയുള്ള ഒരു സ്ഥലത്ത്, ഇത്രത്തോളം രാഷ്ട്രീയ പാർട്ടികൾ അത്രത്തോളം ഓരോ വോട്ടും ജാഗ്രതയോട് കാണുന്ന ഒരു സംസ്ഥാനത്ത് എങ്ങനെയാണ് ഇത്രത്തോളം വോട്ടുകൾ അധികമായി ചേർക്കപ്പെട്ടത് എന്നുള്ള സംശയവും ബാക്കി നിൽക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് തൃശ്ശൂരിൽ ആ ജാഗ്രതക്കുറവ് ഉണ്ടാകേണ്ടതായിരുന്നില്ല, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ കൂടി കവച്ചു വെക്കുന്ന രീതിയിലുള്ളൊരു കൃത്രിമം ഇത് നടന്നു എന്നുള്ള സംശയം കൂടി എനിക്കുണ്ട്.